ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കേൾക്കുന്നത് കനകച്ചിലങ്ക എന്ന നോവലിൻ്റെ 8ാമത്തെ അധ്യായമാണ്. ഉറങ്ങാൻ കഴിയാത്ത ഒരു രാത്രി കൂടി. കിടക്കയിൽ ഒരു മുയൽക്കുട്ടിയെപ്പോലെ ചുരുണ്ട് കിടന്നുറങ്ങുന്ന ശൈലിയെ നോക്കി ജിജി മേശവിളക്കിനരികിലിരുന്നു. ശൈലിയുടെ സ്റ്റെപ്പ് കട്ട് ചെയ്ത മുടി വീണ്ടും പാർവതിയുടെ ഓർമ്മ ഉണർത്തുന്നു. മുടി മുറിച്ചു കളഞ്ഞ പാർവതിയുടെ രൂപം മുന്നിൽ തെളിഞ്ഞു. പാർവതിയുടെ സാന്നിധ്യം മുറിയിൽ നിറഞ്ഞിരിക്കുന്നതായിട്ടും ജിജിക്ക് തോന്നി. ഭയമല്ല തോന്നുന്നത്, ഉത്കടമായ നൊമ്പരം. തലവേദന മൂലമാണത്രേ പാർവതി മുടി മുറിച്ചത്. അതൊരു കളവ് തന്നെ. പ്രിയ പാറു, സ്ക്രിബ്ലിംഗ് പാഡിൽ ജിജി എഴുതി. മനുവിനെ രക്ഷിക്കാൻ നീ ഒരുപാട് കളവുകൾ പറഞ്ഞു. പ്രേമം സാക്ഷാത്കരിക്കാൻ ഇത്രമാത്രം വേദനകൾ ഏറ്റുവാങ്ങിയ മറ്റൊരു പെൺകുട്ടി ചരിത്രത്തിലും ഐതിഹ്യങ്ങളിലും ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ സ്വന്തം ജീവനും ജീവിതവും ഹോമിച്ചായിരിക്കും നീ മനുവിൻ്റെ മനസ്സിൽ പിടിച്ചു കയറിയത്. നിന്നിൽ നിന്നും മനുവിനെ കവർന്നെടുക്കാനുള്ള മോഹം ഞാനിതാ ഉപേക്ഷിക്കുന്നു. പാർവതിയുമായുള്ള വിവാഹത്തോടെയാണ് മനുവിൽ മാറ്റം ആരംഭിച്ചതെന്ന് സിബിയും ശൈലിയും പറയുന്നു. എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മനുവിൽ ഇത്രയും കടുത്ത അപകർഷതാബോധം ഉണ്ടാകുവാൻ കാരണമെന്ത്? ഏത് പെണ്ണും കൊതിക്കുന്ന സുന്ദരനാണ് മനു. വിഭാര്യനെങ്കിലും തീരെ ചെറുപ്പം. സാധാരണ ചെറുപ്പക്കാർ വിവാഹിതരാകാൻ ഒരുങ്ങുന്ന പ്രായമേ ആയിട്ടുള്ളൂ. ആരോഗ്യവാൻ, ഒരിക്കൽ കോളേജ് ചാമ്പ്യൻ ആയിരുന്നുവല്ലോ. എല്ലാറ്റിനുപരി കലാകാരൻ, സമ്പന്നൻ. ആ മുഴങ്ങുന്ന ശബ്ദം ആരെയാണ് കോരിത്തെരിപ്പിക്കാത്തത്? എന്നിട്ടും മനു എന്താണിങ്ങനെ? സംശയാലുക്കളായ ഭർത്താക്കന്മാരിൽ കടുത്ത അപകർഷതാബോധമോ കനത്ത കുറ്റബോധമോ കുടികൊള്ളുന്നുണ്ടാവാം എന്ന് വ്യാഖ്യാനം തെറ്റോ? മനുവിൻ്റെ പ്രശ്നമെന്ത്? അപകർഷതാബോധമോ അതോ കുറ്റബോധമോ? കുറ്റബോധമാണെങ്കിൽ ആ ചിന്ത ജിജിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. അതിരാവിലെ ഉണരണമെന്ന് പറഞ്ഞാണ് ഷൈല ടൈം പീസിൽ അലാറം വെച്ച് കിടന്നത്. 5 മണിയായതും പെട്ടെന്ന് അലാറം മുഴങ്ങാൻ തുടങ്ങി. ചിന്തയിൽ നിന്നും ജിജിയും ഉറക്കത്തിൽ നിന്ന് ഷൈലയും ഒപ്പം ഞെട്ടിയുണ്ടെന്നു. ഷൈല കണ്ണും തിരുമി എഴുന്നേറ്റിരുന്ന് ജിജി അത്ഭുതത്തിൽ നോക്കി. ചേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ? ജിജി പുഞ്ചിരിച്ചു. ഞാൻ എഴുതുകയായിരുന്നു. ഷൈല ജിജിയുടെ മുന്നിലിരുന്ന സ്ക്രിബ്ലിംഗ് പാഡിലേക്ക് കൗതുകപൂർവ്വം എത്തി നോക്കി. കഥയോ? അതെയെന്ന് ജിജി മുഖമാട്ടി. ഹായ്, ചേച്ചി കഥ എഴുതുവോ? ഞാൻ കാണട്ടെ. അവൾ എഴുന്നേറ്റ് ജിജിയുടെ എഴുത്തുമേശയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. ജിജി പെട്ടെന്ന് സ്ക്രിബ്ലിംഗ് പാഡ് എടുത്ത് മടക്കി വെച്ചു. എഴുതി തീർന്നിട്ട് കാണിക്കാം. തിരുത്തലൊക്കെ ചെയ്ത് ഭംഗിയാക്കട്ടെ. ഇല്ലെങ്കിൽ ഷൈല എന്നെ കളിയാക്കില്ലേ? തിരുത്തി ഭംഗി വരുത്തിയ ശേഷം കാണിക്കണം, ഷൈല നിബന്ധന വെച്ചു. തീർച്ചയായും, പക്ഷെ ഞാനിന്ന് തിരിച്ചു പോകുമല്ലോ. ഇത്ര പെട്ടെന്ന്? മമ്മി എന്നോട് വേഗം മടങ്ങിച്ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് ഉണർന്ന ഷൈല ചൂടുവെള്ളത്തിൽ മേലും മുഖവും കഴുകി വേഷം മാറ്റി പുറത്ത് ചെന്ന് നോക്കുമ്പോഴേക്കും മനു സ്ഥലം വിട്ടു കഴിഞ്ഞിരിക്കുന്നു. ഷൈലയ്ക്ക് സങ്കടമായി. കുന്നിൻ മുകളിൽ ക്ഷേത്രത്തിലെങ്ങാൻ പോയതാവുമെന്ന് പറഞ്ഞ് ജിജി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഷൈല വഴങ്ങിയില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിഞ്ഞിട്ടും മനു തിരിച്ചെത്തിയില്ല. ഒടുവിൽ ഷൈല വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. മനുവേട്ടന് ഞങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. ആദ്യം സിബിയേട്ടനെ പിണക്കി വിട്ടു. അതേക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ എൻ്റെ അനുഭവം നോക്ക്. എത്ര വൈകിയാണ് ഇന്നലെ മനുവേട്ടൻ ഇവിടെ എത്തിയത്. ഞാൻ വന്ന വിവരം അറിഞ്ഞിട്ട് ഒരു വാക്ക് പറയാതെ ഞാൻ ഉണരും മുമ്പേ സ്ഥലം വിടുകയും ചെയ്തു. മനുവേട്ടൻ്റെ ഒരേ ഒരു അനുജത്തിയല്ലേ ഞാൻ. എന്നോട് ഇങ്ങനെയായാൽ പിന്നെ പപ്പയോടും മമ്മയോടും എങ്ങനെയാവും പെരുമാറുക? എസ്റ്റേറ്റിൽ വല്ല അത്യാവശ്യ ജോലി ഉണ്ടായിക്കാണ് മോളെ, ജിജി പറഞ്ഞു. നോ, ഷൈല ഒച്ചയിട്ടു. ജിജി ചേച്ചി വെറുതെ ഏട്ടനെ ന്യായീകരിക്കാൻ നോക്കണ്ട. എനിക്കറിയാം, കുറുമ്പനാണ്, തനി കുറുമ്പ്. ഞങ്ങളോട് എങ്ങനെയാവുമ്പോൾ പാവം ജിജി ചേച്ചിയോട് എങ്ങനെയാവും കക്ഷി പെരുമാറുന്നത്? അതോർത്ത് കുട്ടി പേടിക്കണ്ട. എന്നോട് ഭംഗിയായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. എത്ര ലവബിളാണെന്നോ ഷൈലയുടെ മനുവേട്ടൻ. ഇപ്പോൾ പിന്നെ പെട്ടെന്ന് എന്തോ ജോലി തിരക്കുണ്ടായതുകൊണ്ട് മാത്രം. ജിജിയുടെ വാക്കുകൾ വിശ്വസിക്കുന്ന മട്ടെന്ന് ഷൈല കാണിച്ചില്ല. അവളെ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ആരെയും സങ്കടപ്പെടുത്തുന്നില്ല, ശല്യപ്പെടുത്തുന്നില്ല. ഞങ്ങളാരും ഇനി ഉപദ്രവിക്കാൻ വരികയില്ല. വിവരം ഞാൻ പപ്പയോടും മമ്മയോടും പറഞ്ഞു കൊടുത്തേക്കാം. എനിക്കൊരു കാര്യം മനുവേട്ടനോട് പറയാനുണ്ട്. ചെന്നിട്ട് കത്തെഴുതിക്കോളാം. പാവം ജിജി ചേച്ചിയോടെങ്കിലും നീതി കാണിക്കണമെന്ന്. കാറിൽ കടന്നിരുന്ന് ഷൈല പുറത്തേക്ക് നോക്കിയതേയുള്ളൂ. മുഖം കുനിച്ചിരുന്ന അവൾ കരയുകയാണോ എന്ന് ജിജിക്ക് സംശയം തോന്നി. പക്ഷെ സാന്ത്വനിപ്പിക്കാൻ ജിജിയുടെ കൈവശം വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഷൈല പോയി ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മനുവിൻ്റെ ഫോണെത്തി. അവൾ പോയോ? ഷൈല
തുടക്കം അതായിരുന്നു. പോയി. ഇപ്പോൾ സമാധാനമായി കാണുമല്ലോ, ജിജി മനുവിനെ കുറ്റപ്പെടുത്തി. എന്നാലും മഹാബോറായിപ്പോയി മനുവിൻ്റെ പെരുമാറ്റം. ചെറിയ കുട്ടിയല്ലേ അവള്, നിങ്ങളുടെ ഒരേ ഒരു അനുജത്തി, അതിനോടും വേണോ ഈ കളി? പാവം കുട്ടി ഒരുപാട് കരഞ്ഞു. എത്ര ആശയോടെയാണ് അവൾ ഏട്ടനെ കാണാൻ എത്തിയത്. സ്പൈ ആണവൾ. സ്പൈയോ? അതെ, പപ്പയും അമ്മയും സിബിയും ചേർന്ന് അയച്ചതാണ് അവളെ, നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാൻ. മനുവിന് കിറുക്കാണ് എന്ന് പറയാൻ തുനിഞ്ഞതാണ് അവൾ. പെട്ടെന്ന് നാവിന് കടിഞ്ഞാണിട്ടു. ജിജി എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? ശൈലയും ഞാനുമായുള്ള ഞങ്ങളുടെ കുടുംബ പ്രശ്നം. അപ്പം ഞാൻ നിങ്ങളുടെ ആരുമല്ലേ? എനിക്ക് എൻ്റെ കുടുംബത്തോടില്ലാത്ത ഉത്തരവാദിത്വമൊന്നും ജിജിക്കുമില്ല. ഉത്തരവാദിത്വം ഓരോരുത്തർക്കും സ്വയം വേണ്ടെന്ന് തോന്നുന്നതാണ്. മനുവിന് അത് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു. അങ്ങനെ കരുതിയാൽ മതി. എൻ്റെ ഭർത്തൃ കുടുംബത്തോട് എനിക്ക് കുറച്ച് കടമയുണ്ട്. അവരുടെ ലാഭവും നഷ്ടവും ഒരുപോലെ എന്നെയും ബാധിക്കും. വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ശുദ്ധമായും എൻ്റെ കാര്യമാണ്, എൻ്റെ കുടുംബകാര്യം. മനുവിൻ്റെ കുടുംബത്തിൽ ഞാനും പെടില്ലേ? ഞാൻ മനുവിൻ്റെ ഭാര്യയല്ലേ, ലോകത്തിൻ്റെ കണ്ണിൽ. പക്ഷെ നമുക്കിടയിൽ നാം എപ്പോഴും അന്യരാണ്. നോ, ക്ഷമ കെട്ടണം, ജിജി പുലമ്പി. നാം വിവാഹിതരാകും മുമ്പേ നമ്മൾ നമ്മുടേതായ മാത്രമായ ഒരു ഉടമ്പടി വെച്ചിരുന്നു. അപ്പോൾ മനു ഓർമ്മപ്പെടുത്തി. അതോടെ ജിജിക്ക് ഉത്തരം മുട്ടി. എങ്കിലും അവൾക്ക് സഹിക്കാനാവാതെ ദേഷ്യമുണ്ടായി. അവൾ ശക്തിയിലെ ടെലിഫോൺ റിസീവർ കാർഡിലേക്ക് എറിഞ്ഞു. രാത്രിയിൽ വളരെ വൈകിയാണ് മനു എത്തിയത്. അവൻ വന്നതറിഞ്ഞിട്ടും കിടക്കയിൽ കമിഴ്ന്നു കിടന്നിരുന്ന ജിജി എഴുന്നേൽക്കുകയോ ചെന്ന് നോക്കുകയോ ചെയ്തില്ല. മുൻവാതിൽ ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ചെന്ന് വാതിൽ തുറക്കേണ്ട ജോലിയും അവൾക്കുണ്ടായിരുന്നില്ല. മനുവാണെങ്കിൽ പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിട്ട് പോകുന്ന പതിവ് പൂർണ്ണമായി നിർത്തുകയും ചെയ്തിരുന്നു. അടുത്ത പ്രഭാതത്തിൽ നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി കോതിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജിജി. അടുത്ത മുറിയിൽ എന്തൊക്കെയോ എറിഞ്ഞുടയ്ക്കുന്ന ശബ്ദം കേട്ടു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ മനുവാണ്. ലൈബ്രറിയിലാണ്. പുസ്തകങ്ങൾ വാരി 4 വശത്തേക്കും എറിയുകയാണ്. ജിജിയെ കണ്ടതും ഡെവിൾ എന്നലറിക്കൊണ്ട് ഒരു പുസ്തകമെടുത്ത് മനു അവളുടെ നേർക്ക് എറിഞ്ഞു. പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അത് അവളുടെ ദേഹത്ത് കൊണ്ടില്ലെന്ന് മാത്രം. എന്തു പറ്റി മനു? ഒടുവിൽ ജിജി ചോദിച്ചു. എൻ്റെ കാസറ്റുകൾ ആകെ അലങ്കോലമാക്കിയിട്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരെണ്ണം കാണാനുമില്ല. ലൈബ്രറി പൂട്ടിയിട്ടാണല്ലോ മനു പുറത്തു പോകാറുള്ളത്. ഞാൻ ആ പതിവ് നിർത്തി. പൂട്ടിയിട്ടും പ്രയോജനമില്ലല്ലോ. കമ്പികളും ആണികളും ഉപയോഗിച്ച് പൂട്ട് തുറക്കുന്ന കൊള്ളക്കാർ ഇതിനുള്ളിൽ തന്നെ താമസിക്കുമ്പോൾ. ജിജിക്ക് വല്ലാതെ ചിരി വന്നു. അവൾ പറഞ്ഞു, ശരിയാണ്, പക്ഷെ ഞാനും ആ പതിവ് നിർത്തി. അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ മുറിയിൽ കിടക്കുന്നതും സാധനങ്ങൾ പരിശോധിക്കുന്നതും. ജിജി നോക്കി നിൽക്കെ മനു റാക്കുകൾ തുറക്കുകയും സാധനങ്ങൾ വലിച്ചു വാരി പുറത്തുടുകയും വീണ്ടും എടുത്ത് അകത്തുവെച്ച് പൂട്ടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ തിരക്കിനിടയിൽ മനു അറിയാതെ ഏതോ ഡ്രോയിൽ നിന്നും ഒരു കടലാസ് തുണ്ട് പറന്നു വന്ന് ജിജിയുടെ കാൽച്ചുവട്ടിൽ വീണു. ഒറ്റ നോട്ടത്തിൽ തന്നെ അതേതോ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനാണെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവൾ സാരിത്തുമ്പുകൊണ്ട് അത് മൂടി മനുവിൽ നിന്നും ഒളിച്ചു വെച്ചു. മനു അപ്പോഴും തിരക്കിട്ട തിരച്ചിൽ തന്നെ. ഒടുവിൽ മേശയുടെ ഡ്രോയിൽ നിന്നും അവനൊരു കാസറ്റ് കണ്ടെടുത്തു. ടോപ്പ് ഓഫ് കോൺഫിഡൻഷ്യൽ എന്ന് ചുവന്ന മഷി കൊണ്ട് അതിലെഴുതിയിരിക്കുന്നത് ജിജി ശ്രദ്ധിച്ചു. കാണാതെ പോയ കാസറ്റാവണം. മനു അത് ധൃതിയിൽ തൻ്റെ പോക്കറ്റിൽ തള്ളിക്കയറ്റി. എന്തോ വിലപ്പെട്ട രേഖയാണതെന്ന് ജിജിക്ക് മനസ്സിലായി. മനു പുറത്തേക്ക് കിടന്നതും അവൻ കാണാതെ ജിജി കുനിഞ്ഞ് കാൽച്ചുവട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കടലാസ് തുണ്ടെടുത്തു. വലം കൈയിൽ അത് ചുരുട്ടിപ്പിടിച്ചു. മനു പുറത്തു കടന്ന് വാതിലടച്ചതും ജിജി ഓടി തൻ്റെ കിടക്കമുറിയിലെത്തി. അവൾ ആകാംക്ഷയോടെ ആ കടലാസ് നിവർത്തി. അതിൽ കുറിച്ചിരുന്ന മരുന്നിൻ്റെ പേര് അവൾ മുമ്പ് കേട്ടതൊന്നുമായിരുന്നില്ല. എന്നാൽ അത് കുറിച്ചിരുന്ന ലെറ്റർ പാഡിൽ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറുടെ വ്യക്തമായ മേൽവിലാസം ഉണ്ടായിരുന്നു. ഡോക്ടർ സദാശിവൻ, ശാന്തി ക്ലിനിക്, നീലഗിരിയിൽസ് തന്നെ ഉണ്ടായിരുന്നു അത്. മേൽവിലാസത്തോടൊപ്പം ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. ജിജിയെ ഉത്സാഹവതയാക്കി. മനുവിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തതാണ്. മനുവിന് എന്തെങ്കിലും അസുഖം? പ്രിസ്ക്രിപ്ഷനിലെ തീയതി പക്ഷെ 4 വർഷം മുമ്പുള്ളതാണ്. മനുവും പാർവതിയും ഒന്നിച്ച് ജീവിച്ചിരുന്ന കാലം. ഒരുപക്ഷെ അവരുടെ തുടക്കഘട്ടം. എങ്കിലും നിസാര അസുഖത്തിന് ഡോക്ടർ കുറിച്ചതാവും. അല്ലെങ്കിലോ എന്തെങ്കിലും ഗൗരവതരമായ രോഗം? മനുവിൻ്റെ വിചിത്ര സ്വഭാവത്തിന് പിന്നിൽ അത്തരം എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിലോ? മനുവിൻ്റെ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം പകരുന്ന ഏതെങ്കിലും വസ്തുതകൾ ഇതിൽ നിന്ന് ലഭിച്ചാലോ? പാർവതിയുടെ ആത്മാവായിരിക്കുമോ ഈ കടലാസ് തൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു തന്നത്? പക്ഷേ ഡോക്ടറുടെ മേൽവിലാസം ഇപ്പോൾ മാറിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഫോൺ നമ്പറും. പക്ഷേ ഒന്ന് ശ്രമിക്കുന്നതിൽ എന്താ കുഴപ്പം? ഓർക്കാപ്പുറത്താവാം ചില വിലപ്പെട്ട വസ്തുക്കൾ കയ്യിൽ വന്ന് ചേരുക. ഓർക്കാപ്പുറത്ത് തന്നെ പലതും നഷ്ടമാകും. ചപ്പുചവറുകൾക്കിടയിൽ നിന്നും
മുത്തും പവിഴവും മാണിക്യവും കിട്ടിയെന്ന് വരാം. ജിജി അപ്പോൾ തന്നെ ടെലിഫോൺ ഡയറക്ടറി എടുത്തു പരിശോധിക്കാൻ ആരംഭിച്ചു. ഡോക്ടറുടെ മേൽവിലാസം മാറിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ പുതുക്കിയിട്ടുണ്ട്. ജിജി ആ പുതിയ നമ്പർ കുറിച്ചെടുത്തു. ഡയൽ ചെയ്യുമ്പോൾ അവൾക്ക് പരിഭ്രമമുണ്ടായിരുന്നു. എന്താണ് പറയുക, എങ്ങനെയാണ് തുടങ്ങുക? ഡോക്ടർ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ? പെട്ടെന്ന് ജിജിയുടെ കാതിൽ ശബ്ദം എത്തി. ഹലോ. അധ്യായം 23. അല്പസമയത്തേക്ക് മറുപടിയായി ഒരക്ഷരവും ശബ്ദിക്കാൻ ജിജിക്ക് കഴിഞ്ഞില്ല. വീണ്ടും ഹലോ വിളിയുണ്ടായി. ഒടുവിൽ ജിജി ചോദിച്ചു, ഡോക്ടർ സദാശിവൻ? യെസ്. എനിക്ക് ഡോക്ടറെ ഒന്ന് നേരിൽ കാണണമെന്നുണ്ട്. എന്താണ് പ്രശ്നം? അത് നേരിൽ പറയുന്നതല്ലേ ഭംഗി. ഒരു കൺസൾട്ടിങ് ഫിക്സ് ചെയ്യണം. എന്താണ് നിങ്ങളുടെ പേര്? ജിജി ജോൺ. നോ. പെട്ടെന്ന് അവൾ തിരുത്തി. ജിജി മനോജ്. എവിടെയാണ് താമസിക്കുന്നത്? അവൾ സ്ഥലം പറഞ്ഞു. ടെലിഫോൺ നമ്പർ? ജിജി നമ്പർ കഴിഞ്ഞു. നാളെ ഉച്ച കഴിഞ്ഞ് എനിക്ക് സൗകര്യമാണ്. താങ്ക് യു ഡോക്ടർ. ജിജി ഫോൺ വെച്ചു. പതിവ് തെറ്റിച്ചുകൊണ്ട് അന്ന് സപ്പറിന് മനു കൃത്യസമയത്ത് തന്നെ എത്തി. മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി. ഒരു പാക്കറ്റ് ജിജിയുടെ മുന്നിൽ വെച്ചു. തുറന്നു നോക്ക്. നിർദ്ദേശവും. ഒട്ടും തിടുക്കം പ്രകടിപ്പിക്കാതെ അവളത് തുറന്നു. വീതിയിൽ കസവ് വരെയുള്ള മനോഹരമായൊരു പുടവയും നേരിയതും. ഒരിക്കൽ പാർവതിയാകാൻ താൻ സ്വയം ശ്രമിച്ചു. ഇപ്പോൾ തന്നെ പാർവതിയാക്കാൻ മനു ശ്രമിക്കുന്നു. ഏതായാലും പാർവതിയാകാനുള്ള മോഹൻ താൻ ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷെ ജിജി പറഞ്ഞത് മറ്റൊന്നാണ്. നന്നായിരിക്കുന്നു. നല്ല കസവ്. ഇത് ജിജിക്കാണ്. താങ്ക്സ്. അവളും പുഞ്ചിരിച്ചു. മനു വളരെ സന്തോഷവാനായിരിക്കുമെന്ന് ജിജിക്ക് തോന്നി. തനിക്ക് സമ്മാനവും കൊണ്ടുവന്നിരിക്കുന്നു. രാവിലെ എസ്റ്റേറ്റിലേക്ക് പുറപ്പെടാൻ നേരം കാര്യമില്ലാതെ തന്നോട് വഴക്കിട്ടതിൻ്റെ പശ്ചാത്താപമാണോ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ജിജി പലക്കുറി ആലോചിച്ചു. ആ പ്രിസ്ക്രിപ്ഷനെക്കുറിച്ച് മനുവിനോട് ചോദിച്ചാലോ? പിന്നെ ഉറപ്പിച്ചു, വേണ്ട. ഇനിയും മനുവിനെ ചോദ്യം ചെയ്ത് ഒന്നും അറിയാൻ ശ്രമിക്കണ്ട. എല്ലാം സ്വയം കണ്ടുപിടിക്കുക. ഒരു കുറ്റാന്വേഷകൻ്റെ മാനസികാവസ്ഥയിലെത്തിയിരിക്കുന്നു അവൾ. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ജിജി ഹംസതടാകത്തിൻ്റെ പുറത്ത് കടന്നു. ടാക്സി പിടിക്കാൻ കോലപ്പൻ്റെ സഹായം തേടേണ്ടതില്ല എന്ന് അവൾ തീർച്ചപ്പെടുത്തി. വെറുതെ എന്തിന് ആ സാധുവിനെ കുഴപ്പത്തിലാക്കണം? ഗേറ്റ് കാത്തുനിന്ന് അവൾ ഒരു ടാക്സി പിടിച്ചു. ജിജിയുടെ സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായ ഡോക്ടർ സദാശിവൻ്റെ ഹോസ്പിറ്റൽ. പേഷ്യൻസും തിരക്കും നന്നേ കുറവ്. ആശുപത്രിയേക്കാൾ ഒരു മനോഹരമായ ഭവനമായാണ് തോന്നുക. ചുറ്റും പൂന്തോട്ടം. ലോഷൻ്റെയും സ്പിരിറ്റിൻ്റെയും മരുന്നുകളുടെയും മണമില്ല. പുതുപൂക്കളുടെ സുഗന്ധം. ഒട്ടും കാത്തു നിൽക്കാതെ തന്നെ ജിജിക്ക് ഡോക്ടർ സദാശിവൻ്റെ കൺസൾട്ടിംഗ് റൂമിലെത്താൻ കഴിഞ്ഞു. 40-ലധികം പ്രായം. ആ മുഖത്ത് പക്ഷേ ഒരു ശിശുവിൻ്റെ ഭാവമാണ്. പെരുമാറ്റത്തിലും അപൂർവമായ മാർദ്ദവം. ടെൽ മീ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഡോക്ടർ സദാശിവൻ ആരാഞ്ഞു. ജിജി ഒരു വട്ടം ഉമിനീര് കുടിച്ചു. പറയൂ, എന്താണ് കുഴപ്പം? ചോദ്യം ആവർത്തിക്കപ്പെട്ടു. കുഴപ്പം? ജിജി പെട്ടെന്ന് നിർത്തി. പിന്നെ വിമ്മിട്ടത്തിൽ മുഖം തിരിച്ച് ഇരുന്നു. താങ്കൾ തന്നെയാണോ പേഷ്യൻ്റ്? അല്ല, അവൾ ഒരു വിധത്തിൽ പറഞ്ഞു. ഒരു കാര്യം അറിയാൻ വന്നതാണ് ഞാൻ. ആട്ടെ, താങ്കൾ ആരാണെന്ന് ആദ്യം പറയൂ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണോ ജോലി? ജിജിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അല്പം ധൈര്യം കിട്ടി. പേടിക്കണ്ട ഡോക്ടർ, ഞാനൊരു പോലീസുകാരിയല്ല. പോലീസുകാരിയാണെങ്കിൽ എനിക്ക് പേടിയില്ല. ചിലപ്പോൾ പോലീസുകാർ എൻ്റെ അടുത്ത് വരാറുണ്ട്. ചികിത്സിക്കാറില്ല. ഇതുപോലെ ചില അന്വേഷണങ്ങൾക്കായി തന്നെ. എൻ്റെ അന്വേഷണം വളരെ ചെറിയ കാര്യത്തിന് സംബന്ധിച്ചുള്ളതാണ്. താങ്കൾ കുറിച്ച ഒരു മരുന്നിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയുക മാത്രം. ഞാൻ കുറിച്ച മരുന്നോ? നമ്മൾ തമ്മിൽ ആദ്യം കാണുകയാണല്ലോ. ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ്? എന്തു ചെയ്യുന്നു? ഞാൻ ആരുമല്ല എന്ന് പറയുന്നതാവും ശരി. വിദ്യാഭ്യാസം കഴിഞ്ഞു, തൊഴിലായിട്ടില്ല. വിവാഹം? ലോകദൃഷ്ടിയിൽ ഞാനൊരു വിവാഹിതയാണ്, ഭാര്യയാണ്. അതിനർത്ഥം നിങ്ങളുടെ ദാമ്പത്യം സംതൃപ്തമല്ല എന്നല്ലേ? ജിജി മറുപടി പറഞ്ഞില്ല. ആട്ടെ, നിങ്ങളുടെ ഭർത്താവ് എന്തു ചെയ്യുന്നു? അദ്ദേഹത്തിന് ഒരു തൊഴിൽ കാണുമല്ലോ. ഒരു എസ്റ്റേറ്റ് ഉടമയാണ് അദ്ദേഹം. നീലഗിരിസ് തന്നെ. പേര്? മനോജ്. എസ്റ്റേറ്റിൻ്റെ പേര്? എമറാൾഡ് ടീ. ഡോക്ടർ സദാശിവനിലെ ഒരു നടുക്കുണ്ടായി. തെല്ലൊരു സംഭ്രമവും. മനോജ് എന്ന് നിങ്ങൾ പറഞ്ഞത് മനു ജെയിംസിനെയാണോ? ജെയിംസ് ജോസഫിൻ്റെ മകൻ. ഇക്കുറി നടക്കുണ്ടായത് ജിജിക്കാണ്. അതെ. ഡോക്ടർ അദ്ദേഹത്തെ അറിയോ? അറിയില്ല, കേട്ടിട്ടുണ്ട്. ഡോക്ടർ സദാശിവൻ കള്ളം പറയുകയാണെന്ന് ജിജിക്ക് തോന്നി. എന്തോ ഒളിക്കാനുള്ള തിടുക്കവും ആ മുഖത്ത് പ്രകടമായി. കേട്ടിട്ടേ ഉള്ളൂ. ഡോക്ടറുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ജിജി ചോദിച്ചു. മനുവിനെ നേരിൽ കണ്ടിട്ടില്ലേ? അതൊക്കെ എങ്ങനെ തീർച്ച പറയാൻ പറ്റും? ദിവസേന എത്രയോ പേര് ഇവിടെ വന്നു പോകുന്നു. ഒരുപക്ഷെ മനു ജെയിംസും ഇവിടെ വന്നിരിക്കാം. എങ്കിൽ ഇപ്പം ഞാൻ വന്നത് ഡോക്ടർ ഒരിക്കൽ മനുവിനെ കുറിച്ച് കൊടുത്തൊരു പ്രിസ്ക്രിപ്ഷനെ കുറിച്ച് അറിയാനാണ്. ഓഹോ. ഡോക്ടർ സദാശിവൻ ചിന്തയിലാണ്ടു. എന്തസുഖത്തിന് വേണ്ടിയാണ് ഡോക്ടർ എൻ്റെ ഭർത്താവിനായിട്ടൊരു മരുന്ന് കുറിച്ചതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. താങ്കളുടെ ഭർത്താവിനോട് ചോദിക്കാമല്ലോ.
എൻ്റെ ഭർത്താവ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. സ്വന്തം രഹസ്യങ്ങൾ ആരുമായും പങ്കിടില്ലെന്ന് വാശിയുള്ളവൻ. എങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് മനഃപൂർവ്വം മറ്റൊരാളുടെ രഹസ്യം ചോർത്തിയെടുക്കണമെന്ന് വാശി പിടിക്കുന്നത്? ഇതിപ്പോൾ മറ്റൊരാളല്ലല്ലോ, എൻ്റെ ഭർത്താവല്ലേ. എങ്കിൽ ആ സ്വാതന്ത്ര്യം അടുപ്പം ഉപയോഗിച്ച് നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൂടെ? അപ്പോൾ എന്ത് രോഗത്തിനും ചികിത്സയ്ക്കും വേണ്ടിയാണ് താങ്കൾ ആ മരുന്ന് കുറിച്ചതെന്ന് എന്നോട് പറയില്ലേ? കുട്ടി മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചികിത്സയ്ക്കെത്തുന്നവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് എത്തുന്നവരോട് മാത്രമേ നിങ്ങൾക്ക് ബാധ്യതയുള്ളൂ. നോക്കൂ, മനു ജെയിംസ് എന്ന ആളിന് നിങ്ങളൊരു മരുന്ന് കുറിച്ചു. അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? ഡോക്ടർ സദാശിവൻ വീണ്ടും ആലോചനയായി. ഒടുവിൽ ചോദിച്ചു, ആട്ടെ, ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ജിജി പേഴ്സിൽ നിന്നും ആ കടലാസ് കഷ്ണം എടുത്ത് ഡോക്ടറുടെ മേശയിൽ വെച്ചു. വിറയ്ക്കുന്ന കണ്ണുകളോടെ ഡോക്ടർ ആ കടലാസ് എടുത്ത് അതിലെ അക്ഷരങ്ങളിൽ കണ്ണു നട്ടു. അദ്ദേഹം ഇരിക്കെ ജിജി ആരാഞ്ഞു, എന്തസുഖത്തിലുള്ള മരുന്നാണ് ഡോക്ടർ ഇത്? ഡോക്ടർ സദാശിവൻ പെട്ടെന്ന് പ്രിസ്ക്രിപ്ഷനിൽ നിന്നും മുഖമെടുത്ത് ജിജിയെ നോക്കി. നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെയുണ്ടെന്നാണ് പറഞ്ഞത്? കൊള്ളാം. ജിജി മെല്ലെ ചിരിച്ചു. നിങ്ങളുടെ ഭർത്താവിൻ്റെ ആരോഗ്യം? കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പിന്നെ വെറും ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനിങ്ങനെ വേവലാതിപ്പെടുന്നു? വേവലാതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഡോക്ടർ. എങ്കിലും ചെറിയൊരു ജിജ്ഞാസയുണ്ടെന്ന കാര്യം ഒളിക്കുന്നുമില്ല. എന്നാൽ ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് ഡോക്ടർക്ക് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വിശദമാക്കാൻ ഇത്ര വിഷമവും വിമിട്ടവും അനുഭവപ്പെടുമ്പോൾ എന്നെപ്പോലൊരു സാധാരണ പെണ്ണിന് വേവലാതിപ്പെടാതിരിക്കാനും കഴിയുന്നില്ല. എങ്കിൽ ഇതിലിത്ര വേവലാതിയുടെ ആവശ്യമില്ല. ഇതൊരു മെഡിക്കൽ പ്രാക്ടീഷണറോട് ചോദിച്ചാലും ഈ മരുന്നിൻ്റെ ഉപയോഗം അറിയാൻ സാധിക്കും. ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിലേക്ക് വെറുതെ ഒന്ന് ഇറങ്ങിച്ച് ചോദിച്ചാലും മതി. ജിജി അല്പസമയം ശബ്ദിക്കാതെ ഇരുന്നു. പിന്നെ പറഞ്ഞു, ഡോക്ടർ, താങ്കളുടെ മുഖം മൂടി അണിഞ്ഞിരിക്കുന്നു. ഞാനിനി ഡോക്ടറുടെ സമ്മർദ്ദം ചെലുത്തുന്നില്ല. ആദ്യമേ മുഖംമൂടി ധരിച്ചത് നിങ്ങൾ തന്നെയല്ലേ കുട്ടി? ഡോക്ടർ സദാശിവൻ പുഞ്ചിരിച്ചു. വിവാഹിതയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ലോകദൃഷ്ടിയിൽ വിവാഹിതയാണെന്ന് എന്നാണല്ലോ കുട്ടിയുടെ മറുപടി. കുട്ടി അസംതൃപ്തിയായത് ഭാര്യയാണെന്ന് ഞാൻ ഊഹിച്ചു. എന്നാൽ നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെയുണ്ടെന്ന ചോദ്യത്തിന് എനിക്ക് ലഭിച്ച മറുപടി കൊള്ളാമെന്നായിരുന്നു. ഞാനൊരു ഡോക്ടറാണ്. എന്നിൽ വിശ്വാസം അർപ്പിക്കാത്തവരെ ഞാൻ വിശ്വസിക്കില്ല. താങ്കളുടെ കുഞ്ഞനുജത്തിയാകാനുള്ള പ്രായമേ എനിക്കുള്ളൂ. താങ്കൾ എന്നോട് ദയ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞനുജത്തിയല്ല, എൻ്റെ മകളാകാനുള്ള പ്രായമുള്ള കുട്ടിക്ക്. അതിൻ്റെ പേരിൽ ദയയല്ല, സ്നേഹം തന്നെയുണ്ട് എനിക്ക്. ഡോക്ടർ, ഞാനെല്ലാം തുറന്നു പറയാം. ജിജി കരയാൻ തുടങ്ങി. എൻ്റെ ദാമ്പത്യം അസംതൃപ്തമാണെന്ന് മാത്രമല്ല, ലോകദൃഷ്ടിയിൽ വിവാഹിതയായിട്ടും താലി കിട്ടിയ പുരുഷനോടൊപ്പം 6 മാസത്തോളം ഒരു വലിയ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചിട്ടും ഞാൻ ഇനിയും ഒരു ഭാര്യയായിട്ടില്ല. ഞാൻ ആരുമല്ല, ഒന്നുമല്ല. എൻ്റെ ഭർത്താവും ഞാനും തികച്ചും അന്യർ മാത്രം. ജിജിയിലെ മാറ്റം ഡോക്ടറെയും മാറ്റി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അനുതാപം നിറഞ്ഞു. പറയൂ, എല്ലാം പറയൂ. ഒരു താരാട്ട് പോലെയായിരുന്നു ആ വാക്കുകൾ. എൻ്റെ മമ്മി മരിച്ചപ്പോൾ പപ്പ എൻ്റെ ഗ്രാനിയുടെ കൂട്ടുകാരിയായ റോസ്മേരി ഗ്രാനിയുടെ വീട്ടിലാക്കിയിട്ട് ഗൾഫിന് പോയി. റോസ്മേരി ഗ്രാനിയുടെ മകൻ്റെ മകനാണ് മനു. മനുവിനെ പാർവതിയുടെ കഥ എന്നെ വല്ലാതെ ആകർഷിച്ചു. പാർവതിയുടെ മരണശേഷം ആ ഓർമ്മയിൽ ജീവിക്കുന്ന മനു. പെട്ടെന്നാണ് ഒരു ഞെട്ടലെന്നോണം ഡോക്ടർ സദാശിവൻ ചോദിച്ചത്. എന്ത്, പാർവതി മരിച്ചോ? ആ ചോദ്യം ജിജിയെ ഞെട്ടിച്ചു. ഡോക്ടർ, അങ്ങ് പാർവതി അറിയോ? ഡോക്ടർ മനസ്സംയമനം പാലിച്ചു. ആ, കേട്ടിട്ടുണ്ട്. ഇല്ല ഡോക്ടർ, അങ്ങേക്കെല്ലാം അറിയാം, മനുവിനെ സംബന്ധിച്ചെല്ലാം. എന്നിട്ടും നിങ്ങൾ ഒളിക്കുന്നു എല്ലാം. ഐ ആം സോറി, ഡോക്ടർ പറഞ്ഞു. ആ കുട്ടിയുടെ കഥ ഒഴുക്കുമുറിച്ച് ദയവായി പറഞ്ഞു വന്ന കഥ തുടരൂ. ഒരു നിമിഷം നിശബ്ദത മുഖം കുനിച്ചു നിന്ന ശേഷം ജിജി തുടർന്നു. സ്നേഹാതുരനായ മനു എനിക്കൊരു ഐതിഹ്യ കഥാപാത്രമായിരുന്നു. ഞാനൊരു ചെറിയ പെൺകുട്ടി. നേരിൽ കണ്ടപ്പോൾ വിട്ടകലാൻ വയ്യാത്ത വിധം ഞാൻ മനുവിനെ സ്നേഹിച്ചു പോയി. നിരന്തരം മനു എന്നെ തട്ടിയയറ്റിയിട്ടും ബലം പ്രയോഗിച്ച് ഞാൻ അദ്ദേഹത്തെ സ്വന്തമാക്കി. പക്ഷേ എനിക്ക് സ്വന്തമായത് തീരാത്തത് ദുഃഖമാണ്, തോരാത്ത കണ്ണീരാണ്. എങ്കിൽ കുട്ടിക്ക് വിവാഹമോചനത്തിനായിട്ട് കോടതിയെ സമീപിച്ചൂടെ? എന്തിനിങ്ങനെ ലോകത്തെ ബോധിപ്പിക്കാൻ മാത്രമൊരു ബന്ധം? അയ്യോ ഡോക്ടർ, ജിജി ഉറക്കെ കരഞ്ഞു. അങ്ങനെയൊന്നും പറയരുതേ. എനിക്കൊരിക്കലും സാധിക്കില്ല. എനിക്കെൻ്റെ മനുവിനെ മറക്കാൻ കഴിയില്ല, പിരിയാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. മനുവിനെ കണ്ടില്ലെങ്കിൽ, അദ്ദേഹം അടുത്തില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോകും. മനുവിൻ്റെ നിശ്വാസമായി തങ്ങി നിൽക്കുന്നിടത്ത് നിന്നല്ലാതെ എനിക്ക് ശ്വാസമായി സ്വീകരിക്കാനാവില്ല. യു ജിജിയുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് ഡോക്ടർ സദാശിവൻ ചാടി എഴുന്നേറ്റു. അവൻ പാർവതിയുടെ അന്ന് വന്ന കത്ത് എനിക്ക് കാണിച്ചു തന്നത്. എസ്റ്റേറ്റിൽ മേൽവിലാസത്തിൽ വന്ന കത്ത്.
അവിടുത്തെ ജോലിക്കാരിൽ ആരോ കൊടുത്താണ്. എന്തായിരുന്നു ആ കത്തിൽ? മനുവുമായിട്ടുള്ള ബന്ധം പാർവതിയുടെ അച്ഛൻ അറിഞ്ഞു അത്രേ. അദ്ദേഹം ഉടനെ മകൾക്കായിട്ട് മറ്റൊരു വിവാഹം നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. കഴിയും വേഗം എന്നെ രക്ഷിക്കുമെന്നാണ് ആ കുട്ടിയുടെ അപേക്ഷ. എന്നിട്ട് മനുവിൻ്റെ ദേഹത്തെ പ്ലാസ്റ്റർ വെട്ടിയിരുന്നില്ല. അവനെ യാത്ര ചെയ്യാനോ ഇതുപോലുള്ള ഒരു കേസിൽ ചെന്ന് ചാടി എന്തെങ്കിലും സാഹസം പ്രവർത്തിക്കാനോ അപ്പോൾ കഴിയുമായിരുന്നില്ല. പിന്നെ കൂട്ടിൽ കിടക്കുന്ന വെരുകിൻ്റെ അവസ്ഥ തന്നെ. അപ്പോഴതാ വീണ്ടും ആ പെൺകുട്ടിയുടെ കത്ത്. നിശ്ചയിക്കപ്പെട്ട വിവാഹത്തിൻ്റെ തീയതിയും അതിൽ കുറിച്ചിരുന്നു. വളരെ അടുത്തൊരു ദിവസം മനു എന്നോട് ചോദിച്ചു, ഡോക്ടർ, ഞാൻ അവളെ മറക്കണമെന്ന്. അതെ, ഈ അവസ്ഥയിൽ രക്ഷിക്കാൻ പുറപ്പെടണമെന്ന്. ഉടനെ ഒരു മറുപടി നൽകാൻ ഞാനും അശക്തനായിരുന്നു. എന്നിട്ട് പ്ലാസ്റ്റിക് വെട്ടാനായി മനു ധൃതി പിടിച്ചു. പാർവതിയെ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ ഏതാണ്ട് ഭ്രാന്തനെ പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു അവൻ. മനുവിനെ സംബന്ധിച്ചിടത്തോളം പാർവതി വെറുമൊരു പെൺകുട്ടിയായിരുന്നില്ല. അവളെൻ്റെ ദേവിയാണ്, ദൈവമാണ് എന്നൊക്കെ അവൻ പറയാൻ തുടങ്ങിയിരുന്നു. ചെക്കനെ യഥാർത്ഥമായി ഭ്രാന്ത് പിടിച്ചുവെന്നായി എൻ്റെ സംശയം. പാർവതിയെ രക്ഷിക്കാനാവില്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് അവളെ കൊന്നേക്കാൻ അവൻ എന്നോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ജിജിയുടെ കണ്ണ് നിറഞ്ഞു. അവൾ തൂവാലയെടുത്ത് കണ്ണീരൊപ്പി. ആ പാർവതി എന്ന പെൺകുട്ടിയെ കാണാൻ എനിക്ക് മോഹമുണ്ടായി. മനു എന്നെ ഒരു ഫോട്ടോഗ്രാഫ് കാട്ടിത്തന്നു. അസാധാരണ സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി തന്നെ. ഒരു ദേവിയുടെ രൂപമായിരുന്നു അവൾക്ക്. ആ കണ്ണുകളിൽ ചൈതന്യം അപൂർവം തന്നെ. ആയിടെ പാർവതിയുടെ അവസാന കത്തും വന്നു. അവളുടെ വിവാഹം നടക്കാൻ ഇനിയും 3 ദിവസങ്ങൾ മാത്രം. അവൻ മനുവിനെ കാത്തിരിക്കുകയാണ്. ഗേറ്റിൽ മനുവിൻ്റെ വണ്ടി എത്തുന്നുവോ എന്നറിയാൻ രാവും പകലും ഭേദമില്ലാതെ മുകളിലെ മുറിയിലൂടെ ജനാലയ്ക്കൽ കണ്ണു ചിമ്മാതെ തപസ് തുടരുകയാണ്. മനുവിനെ കണ്ടാലുടൻ ഓടി താഴെ ഗേറ്റിലേക്ക് പറന്നണയാൻ. വിവാഹത്തിൻ്റെ തലേ രാത്രി 12 മണിവരെ ആ കാത്തിരിപ്പ് തുടരും. എന്നിട്ടും മനു എത്തിയിട്ടില്ലെങ്കിൽ ജീവൻ എടുക്കുവാൻ വേണ്ട മരുന്ന് അവൾ കരുതി വെച്ചിട്ടുണ്ടത്രേ. മനുവിനോടൊപ്പമല്ലാതെ പാർവതി ജീവിച്ചിരിക്കില്ല. ഡോക്ടർ സദാശിവനും തൂവാലയെടുത്ത് കണ്ണുകളൊപ്പി. പാർവതിയുടെ കത്തിലെ അവസാന വാചകം എന്നെ സ്തബ്ധനാക്കി. സമയമാകും മുമ്പേ ഞാൻ മനുവിൻ്റെ പ്ലാസ്റ്റർ വെട്ടി. സാധാരണ മട്ടിൽ നടക്കാൻ പോലും അവന് സാധ്യമായിരുന്നില്ല. നടക്കുമ്പോൾ കാലിനും മരക്കെട്ടിനും നേരിയ വേദന അനുഭവപ്പെട്ടിരുന്നത്രേ. പക്ഷേ അരയ്ക്ക് മുകളിൽ കാര്യമായ പരിക്കൊന്നുമില്ലാതിരുന്നുകൊണ്ട് അവൻ കാറിൽ ഡ്രൈവ് ചെയ്തു പോകാൻ ധൈര്യം കാട്ടി. പാർവതിയുടെ നിശ്ചയിക്കപ്പെട്ട വിവാഹത്തിൻ്റെ തലേദിവസം പുലർച്ചെ അവൻ ഇവിടെ നിന്നും പുറപ്പെട്ടു. ആരുടെയും തുണ അവൻ ആഗ്രഹിച്ചില്ല. ഞാൻ അവന് ആശംസകൾ നേർന്നു. പക്ഷേ എൻ്റെ മനസ്സ് നിറയിൽ ഭീതിയായിരുന്നു. ഒരു തീക്കളിയാണല്ലോ ആ ചെറിയ പയ്യൻ തനിയെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഡോക്ടർ സദാശിവൻ ദീർഘമായി നിശ്വസിച്ചു. എന്നാൽ പിറ്റേന്ന് നേരം പുലരും മുമ്പ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാർവതിയെയും കൂട്ടി അവനിവിടെ തിരിച്ചെത്തി. കോരിച്ചെരിയുന്ന മഴയത്ത് നനഞ്ഞു കുതിർന്ന ആ സൗന്ദര്യം ഞാൻ കണ്ടു. ഒരു സാധുക്കുട്ടി മനുവിൻ്റെ നിഴലായിട്ട് അവനോട് പറ്റിച്ചിരുന്ന് വലിയ പരിഭ്രമമായിരുന്നു ആ മുഖത്ത്. 2 ആൺകുട്ടികളുടെ മാത്രം അച്ഛനായ എനിക്ക് അവളെൻ്റെ ജനിക്കാത്ത മകളായിട്ട് തോന്നി. മനു അവളുടെ കയ്യിലേക്ക് ഒരു വെറ്റിലപ്പാക്ക് കൊടുത്ത് എൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. വളരെ വിനയപൂർവ്വം അവൾ അനുസരിച്ചു. ദീർഘസുമംഗലി ഭവ, ഞാൻ അവളെ അനുഗ്രഹിച്ചു. മനു വീണ്ടും എൻ്റെ നേഴ്സിംഗ് ഹോമിലെ കിടക്കയിൽ ചികിത്സയും വിശ്രമവുമായിട്ട് തുടർന്നു. നവവധുവായി വന്നു കയറിയ ഉടൻ ഭർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള വിധിയാണ് പാർവതിക്ക് ലഭിച്ചത്. സാവിത്രിയെയും ശീലാവതിയെയും പോലുള്ള ഒരു ഐതിഹ്യ കഥാപാത്രമായാണ് ആ കുട്ടിയെ എനിക്ക് തോന്നിയത്. അവളുടെ സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും മാത്രമല്ല, വേറെന്തൊക്കെയോ തരത്തിലുള്ളൊരു അനുഭൂതി കൂടി നൽകുകയായിരുന്നു. അത്തരം പെൺകുട്ടികൾ പുരുഷൻ്റെ മാത്രമല്ല, ഈ ഭൂമിയുടെയും ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നി. ഒടുവിൽ മനു പൂർണ്ണമായും സുഖം പ്രാപിച്ചു. അവനെ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയമായി. മനുവും പാർവതി നഴ്സിംഗ് ഹോം വിട്ടുപോകുന്നതോർത്തപ്പോൾ എനിക്ക് സങ്കടമായി. അത്ര കണ്ട ഞാനും ആ കുട്ടികളും തമ്മിൽ അടുത്തുപോയിരുന്നു. അപ്പോഴാണ് അവൻ മനു ആ ഷോക്ക് തന്നത്. പെട്ടെന്ന് ഡോക്ടർ സദാശിവൻ നിശബ്ദനായി. അദ്ദേഹത്തിൻ്റെ മുഖം കുനിഞ്ഞു. ജിജി ഉത്കണ്ഠയിൽ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഡോക്ടർ സദാശിവൻ്റെ മൗനം ദീർഘമായപ്പോൾ ജിജി ആവശ്യപ്പെട്ടു, പറയൂ ഡോക്ടർ, എന്തായിരുന്നു മനു അങ്ങേക്ക് നൽകിയ ഷോക്ക്? ഡോക്ടർ സദാശിവൻ സാവധാനം മുഖമുയർത്തി. കുട്ടി മനുവിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞല്ലോ. അക്കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല. എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു രഹസ്യമായിരിക്കണം. എൻ്റെ ഒരു പേഷ്യൻറ്റിനെ കേസ് ഹിസ്റ്ററി വെളിപ്പെടുത്തുന്നതാണ് എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല. എങ്കിലും കുട്ടി മനുവിൻ്റെ ഭാര്യയാണല്ലോ. കുട്ടിക്ക് വേണമെങ്കിൽ മനുവിനെ ഉപേക്ഷിച്ച് പോകാം. പക്ഷെ അതിൻ്റെ കാരണം ഞാനിപ്പോൾ തരുന്ന റിപ്പോർട്ടായിക്കൂടാ. കൂടാതെ ഞാൻ ഈ തരുന്ന അറിവ് അവനെ നിന്ദിക്കാനായല്ല, രക്ഷിക്കാനായിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്.
ഇക്കാര്യത്തിൽ കുട്ടി എനിക്കൊരു വാക്കു തരണം. ഞാൻ വാക്കു തരുന്നു ഡോക്ടർ. യാതൊരു കാരണം കൊണ്ട് ഞാൻ മനുവിനെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഐ ലവ് ഹിം. എങ്കിൽ ഞാൻ ഇനി ഒളിക്കുന്നില്ല. മനു ഇവിടെ നിന്ന് ഡിസ്ചാർജായി പോകുന്നതിൻ്റെ തലേദിവസം വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് അവൻ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നത്. എന്തുപറ്റി മനു? ഞാൻ ചോദിച്ചു. എൻ്റെ ജീവിതം തകർന്നു ഡോക്ടർ. ഞാൻ വല്ലാതെ അമ്പരന്നുപോയി. ഒരുപാട് കഴിവുകളുള്ള ചെറുപ്പക്കാരൻ, അന്യദൃഷ്ടിയിൽ അസൂയാവഹമായ ഭാഗ്യത്തിൻ്റെ ഉടമസ്ഥൻ. ചെറിയൊരു കാറ്റ് വീശിയാൽ ഭൂകമ്പമാണെന്ന് ഭയക്കാൻ തുടങ്ങും. പറയൂ മനു, എന്താ കാര്യം? ഞാൻ ചോദ്യം ആവർത്തിച്ചു. ഡോക്ടർക്കറിയാമോ, എൻ്റെ പാർവതി, അവളെൻ്റെ ജീവനാണ്. 2 വർഷമായിട്ട് ഞങ്ങൾ പരസ്പരം മറന്നു സ്നേഹിക്കുന്നു. ഞങ്ങൾ 2 പേരുമായിട്ട് എവിടെയെല്ലാം പോയിരിക്കുന്നു. ഞാൻ വിളിച്ചാൽ അവൾ എവിടെയും വരും. ഞങ്ങൾ തനിച്ചുള്ള ഒരുപാട് സന്ദർഭങ്ങൾ. പക്ഷേ ഒരാലിംഗനത്തിൽ പോലും പാർവതി എന്നെ അനുവദിച്ചിട്ടില്ല. അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും കയ്യേറ്റത്തിന് മുതിർന്നിട്ടുമില്ല. ആ വിരൽത്തുമ്പിൽ തൊട്ടാൽ ഞാൻ വികാരവിവശനാവും. പക്ഷെ ഞാൻ എൻ്റെ കൊതിയെല്ലാം ഉള്ളിൽ കടിച്ചമർത്തി ഞങ്ങൾ ഒന്നേക്കുമായിട്ട് ഒരുമിക്കുന്ന ദിവസങ്ങൾക്ക് വേണ്ടി ഒടുവിൽ ഞങ്ങൾ ഒന്നിച്ചു. പക്ഷേ അവൻ വല്ലാതെ കിതച്ചു. പറയൂ. എനിക്ക് സന്ത്രാസമുണ്ടായി. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഡോക്ടർക്കറിയാമല്ലോ. ഞാൻ എത്ര കഷ്ടപ്പെട്ട ആളെ ഞാൻ അവളുടെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടു പോകുന്നെന്ന്. രാത്രിയിൽ ആ കോരിച്ചിരുന്ന മഴയത്ത് എത്ര ദൂരമാണ് ഞാൻ ഡ്രൈവ് ചെയ്തതെന്ന്. തണുപ്പിൽ വിറച്ച് അവളെൻ്റെ ചുമലിൽ കൈ പതിപ്പിച്ച് കിടന്നു. പക്ഷെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ആ മൂർധാവിലെങ്കിലും ഒരു ഉമ്മ നൽകാൻ കാരണം ഞാൻ തിരക്കി. പക്ഷെ എന്നെ ശ്രദ്ധിക്കാതെ അവൻ തുടർന്നു. എൻ്റെ ഈ നേഴ്സിംഗ് ഹോമിൽ ഞങ്ങൾ തനിച്ചുള്ള മുറിയിൽ 3 ആഴ്ചകൾ കഴിഞ്ഞു. അതെ, 3 ആഴ്ചകൾ. അവൻ കരയുകയായിരുന്നു. പാവം എൻ്റെ പാറു. അവളുടെ മുഖത്ത് മോഹം കത്തിവിടരുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഒരാലിംഗനത്തിന് പോലും എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഞാൻ അറിയാതെ എൻ്റെ ശബ്ദം ഉയർന്നിരിക്കാം. മറുപടി ഒരു പൊട്ടിത്തെറിയായിരുന്നു. എനിക്കറിയില്ല ഡോക്ടർ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് ഓൺ സ്ലീപ്പിംഗ് പിൽസ് ഓടി ടൈം.